ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ രാത്രി കിടക്കാൻ പോകാൻ നേരത്ത് ഇവനെ എടുത്തുകൊണ്ട് പോയി മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേയുള്ള താഴത്തെ ബെഡ്റൂമിലുള്ള മേളമാണ്, അവൻ്റെ റൂമിലുള്ള മേളമാണ് ഈ കാണുന്നത്. രാത്രി അവൻ ആ മാറ്റൊക്കെ ഇട്ട് ഗ്രീൻ ഗ്രാസൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നത്. അവൻ ശരിക്കും പോയിട്ട് നല്ലോണം കടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് 3 മാസമൊക്കെ ടൈമിൽ കടിച്ചിട്ടാണ് കാര്യങ്ങൾ പറയണത്. ശരിക്കും അവൻ്റെ പല്ലിന് നല്ല ഷാർപ്പായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട്. അപ്പം അവൻ അവളെ പോയിട്ട് കടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുക ചെയ്യുക. അപ്പം അവൾക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൾ അങ്ങോട്ട് മാറ്റി മാറ്റി നിർത്തുകയാണ്. എന്നാലും അവൾ തന്നെ വേണം കളിക്കാനും ഒക്കെ. അപ്പോൾ അവൻ്റെ ഈ കളിയും കാര്യങ്ങളൊക്കെ നോക്കി സത്യം പറഞ്ഞാൽ മുകളിലേക്ക് പോകേണ്ട കാര്യം തന്നെ ഞങ്ങൾ മറന്നുപോയി. ഞങ്ങൾ അവിടെ തന്നെ ഇരുന്ന് അവൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് കളിക്കുകയായിരുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി പോയി കിടന്നാൽ മതി. ഇപ്പം തന്നെ സമയം 9:30 കഴിഞ്ഞു. എല്ലാം കൂടെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇനിയിപ്പോൾ സമയമാവും തോന്നുന്നു. കാരണം അതുമാതിരിയാണ് ചാട്ടവും മേളവും ഒക്കെ ആയിട്ട് അവനങ്ങ് ഭയങ്കര എന്താ പറയുക, കടിയോട് കടി. ഞങ്ങളെ ഒരു രക്ഷയില്ല. അവൻ്റെ പല്ലൊക്കെ വന്ന് ഞങ്ങൾക്ക് നല്ലോണം കൊള്ളുന്നുണ്ട്. അവനിൽ നിന്ന് കുറച്ച് സുരക്ഷിതമായിട്ട്, കാരണം അവളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്, പെട്ടെന്ന് കീറിപ്പോരും. അതുകൊണ്ട് അവനെ അടുപ്പിക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര സങ്കടം, അവളടുത്ത് പോകണം. എന്നാൽ ഇവനാണെങ്കിൽ പോയി അവളെ കടിയോട് കടിയാണ്. അത് ഈ സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവന് തിരിയുന്നില്ല. അവൻ ഈ പുതിയ ഗ്രീൻ ഗ്രാസൊക്കെ കിട്ടിയപ്പം കണ്ടപ്പം ഒക്കെ എന്തൊക്കെയോ ഒരു സന്തോഷം. അവൻ ചെറുപ്പത്തിലെ അമ്മയിൽ നിന്ന് വിട്ടു നിന്നതുകൊണ്ട് തന്നെ അവന് നമ്മൾ തന്നെ വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്ക് റൂമിലൊക്കെ നിന്നോളും. ഞാൻ അവനെ നിർത്തിയിട്ടാണ് റൂമിലിട്ടിട്ട്. പക്ഷെ ഒരു കാര്യം മാത്രം, റൂമിൽ അവന് വലിച്ചിടാൻ പറ്റിയ സാധനങ്ങളൊന്നും വെക്കരുത്. കാരണം ഈ പ്രായം എന്ന് പറയുന്നത് എല്ലാം വലിച്ചിട്ട് കീറി ഒക്കെ ഇടുന്നൊരു പ്രായമാണ്. അതാണ് അവന് ഞാൻ കളി സാധനം കുറേ മേടിച്ചു കൊടുത്ത് ഇനിയും വരുത്തിച്ചിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ അവന് കുറച്ചും കൂടെ കളിക്കാനുള്ള ഇതാവും. കാരണം അത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ കളിക്കാൻ അല്ലാതെ മറ്റുള്ള സാധനങ്ങൾ എടുത്തിട്ട് കളിക്കാനുള്ളൊരു ഇത് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡും വന്നിരുന്നു കുറച്ച് നേരം. ഇവൻ്റെ കളി കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ പോയി വെള്ളം കുടിക്കുന്നുണ്ട്, തളർന്നു പോയി. അതിന് തളർച്ച വരുമ്പോൾ പോയി വെള്ളം കുടിക്കും. എന്നിട്ട് അപ്പം ഹസ്ബൻഡിൻ്റെ കൂടെയായി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവൻ്റെ കൂടെ കളിച്ച് ഇരിക്കുകയാണ്. ഇപ്പോൾ എല്ലാം കൂടെ സമയം 10 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് കളിയായി. അപ്പോൾ ഈ കളിയൊക്കെ കണ്ടുകൊണ്ട് ശരി അതിൽ നിന്ന് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അവനവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ശിവരാത്രി ആവുമോ അറിയത്തില്ല, എന്നാലും അപ്പം ഹസ്ബൻഡ് കുറച്ച് നേരത്തേക്ക് പുറത്തേക്ക് പോയി. അതിൻ്റെ സമയത്തുള്ള കുരുത്തക്കേടാണ് ഈ കാണിക്കുന്നത്. ബോളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഉരുട്ടുക, വയറ് വെച്ച് ഉരുട്ടുക. നല്ല രസമല്ലേ കാണാൻ? ഈ ബോൾ വെച്ച് ജിമ്മ് പണ്ട് കളിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ആ സമയത്ത്. ആ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ പിറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമേ ഉള്ളൂ. രസമാണ് സത്യം പറഞ്ഞാൽ. ഇനി ഇപ്പോൾ സെർച്ചിങ് ആണ്, എന്തോ സാധനം കാണുന്നില്ല, അതാണ് തപ്പി നടക്കുന്നത്. ഇവളോടാണ് എപ്പോഴും കുട്ടിക്കളി മൊത്തം. അത് ജിമ്മൂസിനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ കടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ അതാ അവളെ കടിക്കാൻ കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ പോയി കടിച്ചു. ഹസ്ബൻഡ് നല്ലോണം ഒന്നങ്ങ് തന്നാണ്ടല്ലോ വെച്ച് തരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പേടിയായി. പിന്നെ തൊട്ടിട്ടില്ല, വിരട്ടിയാൽ മതി ആ സമയത്ത്. പക്ഷേ അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്നേഹത്തിൻ്റെ പുറത്ത് കാണിക്കുന്ന കാര്യങ്ങളല്ലേ. അവൻ എന്ത് കാര്യവും വന്ന് പറയുന്നത് കടിച്ചിട്ടാണ് കാര്യം പറയണത്. എനിക്കിന്ന് ഇതാ ഹസ്ബൻഡ് പറഞ്ഞു ഇപ്പം അടിക്കുന്നില്ല, ഇപ്പം ഞാൻ അടിക്കും എന്നും പറഞ്ഞുകൊണ്ട് കടിക്കുന്നുണ്ട്. കൊണ്ടു കഴിഞ്ഞാൽ അന്നേരം മുറിയും കേട്ടോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നെ വന്നിട്ട് ചെയ്യുമ്പോൾ ഞാൻ കിടന്നങ്ങ് ബഹളം വെച്ചിട്ട് എന്താണെന്നൊക്കെ ഞാൻ ചോദിക്കും. ഹസ്ബൻഡിൻ്റെ കൈ മുറിഞ്ഞെന്ന് തോന്നുന്നു. കാരണം അത്രയും ഷാർപ്പാണ് അവൻ്റെ പല്ലിപ്പം. കാരണം ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ കളിസാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നത്. കാരണം അതെല്ലാം ഇങ്ങനെ കടിച്ച് പാൽപ്പല്ലെന്നൊക്കെ പറയുമല്ലോ, അത് ആ സമയത്ത് ഭയങ്കര ഷാർപ്പാണ്. പിന്നെ ജിമ്മൂസിൻ്റെ പല്ല് വെച്ച് നോക്കുമ്പോൾ ഇവന് എക്സ്ട്രാ പല്ലുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അവൻ്റെ പല്ലിൻ്റെ 2-3 ഇതൊക്കെ കുറച്ച് കൂടുതലുള്ള പോലെ തോന്നും. അപ്പം നമുക്ക് നല്ല വേദനിക്കും.
അപ്പോൾ അവൻ്റെ കളി സാധനം എടുത്തിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. പിന്നെ ഈ ഒരു മേളയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് ഭയങ്കര സൈലൻ്റാണ്. പിന്നെ നമ്മൾ അവനായിട്ട് കുത്തി അങ്ങോട്ട് അടിച്ചാൽ പോലും അനങ്ങൂല. അത് ആ ഒരു കളി ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രാത്രി സമയമാണ് അവന് മെയിനും. മുകളിലേക്ക് കൊണ്ടുപോയാൽ ഞങ്ങളെ ആരും ഉറക്കത്തില്ല. അവൻ കട്ടുമല്ലിൽ കയറാൻ സൈഡിൽ എത്തത്തില്ല. ഇങ്ങനെ ഏന്തി വാങ്ങി ബെഡ്ഷീറ്റ് പിടിച്ച് വലിക്കുക, അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. പിന്നെ രാവിലെ മൊത്തം കിടന്നുറങ്ങും. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങാണ്ട് കളി തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ കാണുന്ന മേളങ്ങളെല്ലാം. ഇപ്പം അവർ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് എൻ്റെ അടുത്തായി. അപ്പോൾ ഞങ്ങളവനെ കൊണ്ടുപോകാനുള്ള പരിപാടിയിലാണ്. ഓൾറെഡി ഈ റൂമിൽ ഞാൻ ഓരോന്ന് മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്താണ് ഈ ഒരു രാത്രിയത്തെ വീഡിയോ എന്ന് പറയുന്നത്. അവൾ വീണ്ടും വന്നപ്പോഴത്തേ അവളെക്കൊള്ള പിന്നെയും കടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ രാത്രി അവന് ഏറ്റവും മസ്തിയുള്ള ദിവസമാണ്. ഇതുപോലെ ചില സമയത്ത് രാവിലെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. പക്ഷെ മാക്സിമം രാവിലെ കിടന്ന് ഉറങ്ങലാണ് ഉണ്ടാവല്. പക്ഷെ ചില സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു മേളം. എനിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചിരിച്ച് ശരിക്കും പറഞ്ഞാൽ സമയം പോകുന്നു അറിയത്തില്ല. നമ്മൾ ടെൻഷനെല്ലാം മാറുന്നുണ്ട് കേട്ടോ. അപ്പം വന്നതിന് ശേഷമുള്ള എല്ലാവരും കുറേ നേരം അവൻ്റെ കൂടെ വന്നിരുന്ന് കളിക്കും. അപ്പോൾ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് മാറും. അപ്പോൾ അവന് ശരിക്കും പറഞ്ഞാൽ ദാഹിക. അവന് വെള്ളം നല്ലോണം കുടിക്കും കേട്ടോ. ഞാൻ ജിമ്മൂനെ വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്ക് അത് ജർമ്മൻ ഷെപ്പേർഡായിരുന്നല്ലോ. ഇത് ഹസ്കിക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വെള്ളം നല്ലോണം കുടിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വാട്ടർ ബോട്ടിൽ പോലത്തെ ഒരു സാധനം നിറച്ചങ്ങ് വെക്കുന്ന സാധനം. കാരണം അവൻ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത്രയ്ക്കും വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അതിനോടുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉള്ള ഒരു പരിപാടിയാണ്. ഞാൻ പണ്ട് ചെറിയ കുട്ടികളൊക്കെ ഈ ഞാൻ കോളേജിൽ പഠിക്കുന്നവരെല്ലാം ബാവകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ കാലിലിട്ട് ആട്ടുമായിരുന്നു. അപ്പോൾ അതേപോലെ ഇങ്ങനെ ആട്ടുന്നത് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ആടാൻ. അതിന് വരും. ഞാൻ ആ വന്ന ചെറുപ്പത്തിലേ ഞാൻ അവനെ ഇട്ടിട്ട് താരാട്ട് പാട്ട് പാടായിട്ടൊക്കെ ഇങ്ങനെ കിടത്തി ഉറക്കും. അവൻ എൻ്റെ കാലിൽ ഇങ്ങനെ കിടന്ന് എന്നെയും നോക്കി ഇങ്ങനെ ഇരിക്കും. അവന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ്. കണ്ടോ, എന്നെയും നോക്കി അവന് ഭയങ്കര ഇഷ്ടമാണ്. അതോ അവൻ കിടക്കുക അവിടെ. അവനങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കിടന്നുറങ്ങാനുള്ള സമയമായി. ഇവനെ മേലെ കൊണ്ടുപോകണം. എനിക്കും കുറച്ച് ജോലിയുണ്ട് അടുക്കളയിൽ. അപ്പോൾ അതുമെല്ലാം കഴിഞ്ഞിട്ട് അവനെ മേലെ കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെയും ഇവൻ കളിയോട് കളിയാണ്. ശരി, അവൻ അവിടെ നിന്ന് കളിക്കട്ടെ എന്നുള്ള ഇതിൽ ഞാനും കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്ന് വീണ്ടും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ നല്ല രാത്രി കേട്ടോ. കാരണം നല്ല ലേറ്റായി. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നൊരു 10:30 കഴിഞ്ഞ് 11 ആവാൻ പോകുന്നു. മോളും ഹസ്ബൻഡും അങ്ങ് പോയപ്പോൾ പിന്നെ എന്നെ കടിക്കാനല്ലേ അവന് കിട്ടിയത്. പിന്നെ അങ്ങ് ഓട്ടമാണ്, കളിയാണ്. അവനിന്ന് എന്താണെന്നറിയില്ല. അവന് ഈ ഗ്രീൻ ഗ്രാസൊക്കെ കണ്ടതിൻ്റെ അവൻ്റെ റൂമൊക്കെ മേക്ക് ഓവർ ചെയ്യേണ്ടതൊക്കെ സന്തോഷമാണെന്ന് തോന്നുന്നു. മൊത്തം മേളമാണ്. അങ്ങനെ സമയം അതിക്രമിച്ച് കിടക്കുകയാണ്. ഞാൻ എന്തായാലും പോയി കിടക്കാൻ പോവുകയാണ്. പിന്നെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ, ടാറ്റാ.